നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയിൽ MLA സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുന്നതിനെ എതിർക്കാൻ UDF എത്തിക്സ് കമ്മിറ്റി കൂടി MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ നിയമവശമില്ലെന്ന് വിലയിരുത്തലുണ്ട്. UDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനം വരുന്നത്. അപ്പോൾ രാഹുലിന്റെ കാര്യത്തിൽ എന്താണിപ്പോൾ UDF ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? രാഹുലിനെതിരെയുള്ള നടപടിക്ക് കൂട്ടുനിൽക്കേണ്ടതില്ല എന്നാണോ UDFിന്റെ പൊതുവികാരം? അതല്ല, ഈ നിയമപരമായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ എത്തിക്സ് കമ്മിറ്റിയുടെ പരിമിതികൾ അതാണോ UDFും കോൺഗ്രസും ചൂണ്ടിക്കാട്ടുന്നത്? എന്താണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള മനസ്സിലിരിപ്പ് എന്ന് പരിശോധിക്കാം. EB ഉണ്ണികൃഷ്ണനും രതീഷ് അന്നുതനും തത്സമയം ചേരുന്നുണ്ട്. രതീഷ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിലില്ല, കേവലം ഒരു സാങ്കേതികമായി ഒരു MLA എന്ന പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയം എത്തിക്സ് കമ്മിറ്റിയിലേക്ക് മുന്നിലേക്ക് DK മുരളി എന്ന MLA ഒരു പരാതിയായി ഉയർത്തുന്നു. അത് സ്വാഭാവികമായും തിടുക്കപ്പെട്ട് തന്നെ അതൊരു കാലതാമസം പോലും വരുത്താതെ അത് സ്പീക്കർ അതിൻ്റെ നടപടിക്ക് വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും തള്ളിപ്പറഞ്ഞ രാഹുലിനെ ഇങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഒരു തരത്തിലും എതിർപ്പില്ലാതെ എന്നാൽ എന്ത് നടപടി നിലപാടിന് ഞങ്ങൾ തയ്യാറാണ്, അങ്ങനെ ഒരു സമ്മതം മൂളുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ കോൺഗ്രസ് എടുക്കുന്നത് ഇരട്ടത്താപ്പാണോ അതോ അതിലെ നിയമപ്രശ്നങ്ങളാണോ ചൂണ്ടിക്കാട്ടുന്നത്? അല്ല, നമ്മുടെ നാട്ടിലൊരു വ്യവസ്ഥയുണ്ടല്ലോ, ആ വ്യവസ്ഥ വളരെ പ്രധാനമാണ്. അത് ജനായത്ത വ്യവസ്ഥയാണ്, ഭരണഘടനാപരമാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യാം, അത് അവിടുത്തെ ലീഗൽ റൈറ്റാണ്, ലീഗലി അത് ചെയ്യാൻ കഴിയുന്ന പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധി അയോഗ്യനാക്കുന്നതിന് ഇവിടെ കൃത്യമായ ചട്ടങ്ങളുണ്ട്. ജയിച്ചു വന്ന ഒരാളെ, അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണോ, VD സതീശനാണോ, അല്ല പിണറായി വിജയനാണോ, അതല്ല മറ്റാരെങ്കിലും ആണോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. അയാളെ എങ്ങനെയാണ് നിയമസഭ എത്തിക്സ് കമ്മിറ്റി അയോഗ്യനാക്കുക? അത് ഭരണഘടനാപരമായ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ഉദ്യോഗസ്ഥ വിഭാഗം, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ, ഇപ്പോൾ MLA മാർ MP മാരുടെ ഒരു ഭാഗം, ജുഡീഷ്യറി, ഇത് മൂന്നായി തന്നെയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതിനപ്പുറത്ത് നാലാം തൂണായി മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ട്. അത് പക്ഷേ ഭരണഘടന ആ നിലയിൽ പറയുന്നില്ല, അല്ലേ, നമ്മുടെ ആ നിലയിൽ പറയുന്നില്ല. അപ്പോൾ ഈ മൂന്ന് ഭാഗം മൂന്നായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ, ഒരു MLA ജനം തിരഞ്ഞെടുത്തയാളെ ഒരു നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി അയോഗ്യനാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒന്ന്, അത് അങ്ങനെ അയോഗ്യനാക്കുകയാണെങ്കിൽ അത് ജുഡീഷ്യറിയുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് അടുത്ത ഘട്ടത്തിൽ മാറാം. രണ്ട് സംവിധാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറാം. സ്റ്റേജ് അല്ലേ, അവിടം വരെ എത്തണമെന്നില്ലല്ലോ, ശാസനത്താക്കി ആ സ്റ്റേജിലും നിൽക്കാമല്ലോ. അങ്ങനെയാണ് ആ നറേഷനെങ്കിൽ അത് കറക്റ്റാണ്. ഇപ്പോൾ ഇപ്പോൾ KR ഗൗരിയമ്മയും ബന്ധപ്പെട്ട് നേരത്തെ KR ഗൗരിയമ്മയെ പ്രസംഗത്തിൽ അധിക്ഷേപകരമായ പരാമർശം നടത്തി എന്നതിന്റെ പേരിൽ PC ജോർജിനെതിരെ നടപടി. അന്ന് K മുരളീധരനായിരുന്നു ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, എത്തിക്സ് കമ്മിറ്റിയുടെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റി അന്ന് PC ജോർജിനെതിരെ ശുപാർശ കൊടുക്കുകയും സ്പീക്കർ നടപടി എടുത്തു എന്നതാണ് എന്റെ ഓർമ്മ. ശാസനയും താക്കീത് നോക്കാം, അതിനപ്പുറത്തേക്ക് ഇത് പുറത്താക്കുക. MLA ഇപ്പോൾ ഇന്നിപ്പം VD സതീശൻ പറഞ്ഞ എന്താണ്, ഒരു MLA അത് ആരും ആയിക്കോട്ടെ, അയാളെ ആ സ്ഥാനത്തിന് അയോഗ്യനാക്കാനുള്ള നിയമപരമായ പരിധിയില്ല. തെറ്റായ അതൊരു കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുൻകാല രീതിയിൽ, കാരണം ഒരുപാട് പേര് ഇത്തരം സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണപക്ഷത്തുണ്ട്, രണ്ട് പക്ഷത്തുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം അല്ല ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ ഒരു തിട്ടൂരം പുറപ്പെടുവിക്കുകയും നിയമപരമായിട്ടാണല്ലോ എല്ലാം, അന്തിമമായിട്ട് നോക്കുമ്പോൾ നിയമപരമായിരിക്കണം എല്ലാം. അങ്ങനെ ഒരു കീഴ്വഴക്കത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തെറ്റായ സന്ദേശം നൽകും. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ? അല്ല, ഇംപീച്ച്മെന്റ് സംവിധാനം നമുക്കില്ലല്ലോ. കേസിന്റെ മെറിറ്റ് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിന്റെ ഗ്രാവിറ്റിയും മെറിറ്റും ഒക്കെ നമുക്ക് മാറ്റി നിർത്താം, അത് മറ്റൊരു വിഷയമാണ്. വേറെ MLAക്കെതിരെ ആക്ഷേപം ഉണ്ടായാൽ അത് മറ്റൊരു വിഷയമാണ്. അത് ലീഗലി എന്താണെന്ന് വെച്ചാൽ ആ ക്രൈമിന്റെ സ്വഭാവം ചിലപ്പോൾ ഏറ്റവും തീവ്ര സ്വഭാവമുള്ള ക്രൈമായിരിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് നിയമസഭ എത്തിക്സ് കമ്മിറ്റി അയോഗ്യനാക്കുക എന്നുള്ള ചോദ്യമാണ് ഞാൻ പറയുന്നത്. അത് ജുഡീഷ്യറി തീരുമാനിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് നിയമസഭാ സംവിധാനത്തിന് ലെജിസ്ലേഷൻ എങ്ങനെയാണ് അതിനകത്ത് തീരുമാനമെടുക്കുക? ജനങ്ങൾ തിരഞ്ഞെടുത്തയാളെ എങ്ങനെയാണ് നിയമസഭയുടെ ഒരു കമ്മിറ്റി അയോഗ്യനാക്കുക? അതിനെതിരെയാണ് നിലപാട് വിശദീകരിച്ചത്. അതുകൊണ്ടാണ് രാഹുലിനെ അയോഗ്യനാക്കുന്ന അത്തരം മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യില്ല UDFിന്റെ തീരുമാനം ഞാൻ മനസ്സിലാക്കി. അതിനകത്ത് പൊളിറ്റിക്സ് കൂടി പരിശോധിച്ചാൽ തിടുക്കം ഒട്ടുമില്ല, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഈ ഒരു കാലതാമസമില്ലാതെ തന്നെ ഇക്കാര്യത്തിലൊരു വേഗത സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ പരാതിയെ പെട്ടെന്ന് തന്നെ കാണുകയും ചെയ്തു. ഇനി പൊളിറ്റിക്കലി സമീപിച്ചു കഴിഞ്ഞാൽ ഇരട്ടത്താപ്പാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും രാഹുലിനോട് മമതയുള്ളവർ കോൺഗ്രസിൽ ശേഷിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഈ കാര്യത്തിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് വരികയാണ്, ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലകൂടി ചർച്ചകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ രാഹുലിനോട് മമതയുള്ളവർ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. എന്താണ് UDF നേരത്തെ എടുത്ത നിലപാടാണോ? ഇപ്പോൾ ഒരു എത്തിക്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിടുമ്പോൾ തുടക്കത്തിൽ തന്നെ എതിർപ്പ് പറയുന്നു എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലി ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും? ഞാൻ വിചാരിക്കുന്നത്, ഒന്ന്, രാഹുലിനെതിരെയുള്ളത് ഇപ്പോൾ ഒരു കേസാണ്, ആ കേസിൽ വിധിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും, ഇത് എത്തിക്സ് കമ്മിറ്റി മുമ്പാകെ വന്നാൽ തന്നെ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും, അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്ന് ഭരണപക്ഷത്തിന് തന്നെ അറിയാവുന്നതാണല്ലോ. അവരുടെ ഭാഗത്തും ഇത്തരം ആരോപിതർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് അവർക്കെതിരെയും തിരിച്ച് മറുപടി വരുമെന്നും അവർ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ഭരണപക്ഷം ഇതിലൂടെ ഉദ്ദേശിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോഴും
പരോക്ഷമായെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കേണ്ട സാഹചര്യത്തിലേക്ക് UDF എത്തിക്കുകയാണ് ഭരണപക്ഷം ചെയ്തത്. കാരണം അയോഗ്യനാക്കാൻ പാടില്ല, അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവിന് സഭയിൽ പറയേണ്ടി വന്നു, UDF പറയേണ്ടി വന്നു. അതിൻ്റെ ഫലം രാഷ്ട്രീയ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇപ്പോഴും UDF നിൽക്കുന്നു എന്നൊരു നെറേറ്റീവ് ഇടതുപക്ഷത്തിന് ഭരണപക്ഷത്തിന് ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊടുക്കാൻ കഴിയും. ആ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ഈ മൂവ്മെൻറ്റിന് പിന്നിലെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം നമ്മൾ ഈ 3 പേരും ഉണ്ടല്ലോ, മാധ്യമ പ്രവർത്തന രംഗത്തുള്ള 3 പേർ, നമുക്കറിയാമല്ലോ വേറെ ഏതാ വിഷയം വന്നിട്ടുള്ളത്? വിഷയങ്ങളില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഉന്നയിക്കാൻ വിഷയങ്ങളില്ല. സ്വർണ്ണക്കൊള്ള എന്ന ഒരൊറ്റ വിഷയത്തിൽ ഭരണപക്ഷത്തിനെതിരെ നിൽക്കുകയാണ് പ്രതിപക്ഷം. ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ് ഫോക്കസിലും രാഹുൽ മാങ്കൂട്ടം എന്ന 2 പോയിന്റിലാണ് ഇന്നും ഭരണപക്ഷം പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നത്. മറ്റൊരു വിഷയങ്ങളില്ല. ഈ 3 വിഷയങ്ങളിൽ കടന്ന് കറങ്ങിയാണ് കേരള രാഷ്ട്രീയം. ഇതാണ് പ്രധാന പരിമിതി. അവർ സ്വർണ്ണക്കൊള്ളയെടുക്കുമ്പോൾ മറുത്തു പറയാൻ ഇവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേ തൽക്കാലമുള്ളൂ. അല്ലാണ്ട് ജമാഅത്തിലെ സ്വർണം കട്ടത് ആരപ്പ, അത് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് ശിവൻകുട്ടി സഭയിൽ പാടുകയാണ്, ആവർത്തിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ. നറേഷനാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട്. ഒരു സെക്കൻഡ്, ശിവൻകുട്ടി ആ നിലയിൽ അങ്ങനെ ഒരു നറേഷൻ പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1-2 ഫോട്ടോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ്. കേസിൽ പിടിയിലായ പത്മകുമാർ ഇപ്പോഴും CPM ജില്ലാ സെക്രട്ടറിയുടെ മെമ്പറാണ്, ജില്ലാ കമ്മിറ്റി അംഗമാണ്, അവരുടെ മുൻ MLA ആണ്. അയാൾക്കെതിരെ നടപടിയെടുത്തില്ല. പക്ഷേ ഇതെല്ലാം ഒരു നറേഷൻ ക്രിയേഷൻ. രതീഷ്, ഒരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം വീണ്ടും അങ്ങനെ ചർച്ച ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ വിഷയം ഉയർത്തുന്നതുകൊണ്ടോ CPM അക്കാര്യത്തിൽ ക്ലച്ച് പിടിക്കും? ആ വിഷയത്തിൽ ശബരിമല എങ്ങനെ കവർ ചെയ്യാൻ, മറ്റൊരു വിഷയം പറ. ശബരിമല എങ്ങനെ കവർ ചെയ്യാൻ, പ്രതിപക്ഷത്തിനെതിരെ കൊണ്ടുവരാൻ മറ്റൊരു വിഷയം പറയാം. വികസന ആംഗിളിലേക്ക് കൊണ്ടുവരണം. വികസന ആംഗിളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒന്നുമില്ല. ഇപ്പോൾ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു. റാപ്പിഡ് റെയിൽ പ്രൊജക്ടിന് മന്ത്രിസഭ അംഗീകാരം കൊടുത്തു. റാപ്പിഡ് റെയിൽ പ്രൊജക്ടിലേക്ക് ഒരു പൊതുബോധത്തെ എത്തിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല, LDF കഴിയുന്നില്ല. ഇന്നിപ്പോ ഞാൻ ചോദിക്കട്ടെ, അതിവേഗ റെയിലുമായി ഈ ശ്രീധരൻ നിൽക്കുകയാണ്. എത്തിക്സ് കമ്മിറ്റി ഇന്ന് ഇല്ല എന്ന് വിചാരിക്കുക, രാഹുൽ മാങ്കൂട്ടം വിഷയം ഇന്നില്ല, എന്ത് ചെയ്യും ഭരണപക്ഷം? ഇതിനെ പ്രതിരോധിച്ച് നിൽക്കണ്ടേ? സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധിച്ച് നിൽക്കണ്ടേ? വേറൊരു സംഭവം അറ്റാക്ക് ചെയ്യാൻ. ഞാൻ ചോദിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാമത്തെ കേസിൽ ജാമ്യം വിട്ടിറങ്ങി. ആ ജാമ്യം കിട്ടിയപ്പോൾ തന്നെ കുറ്റവിമുക്തരാക്കപ്പെട്ടല്ലോ എന്നൊരു പ്രതീതി വലിയ തോതിൽ സൈബർ ഇടങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് കോൺഗ്രസ് ആണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറച്ച് സൈബർ ഭടന്മാരാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ CPM സംബന്ധിച്ച് ഇതിന്റെ ആയുസ് എത്രത്തോളം ഉണ്ട്? ഈ രാഹുലിനെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു അപവാദം, അതിന് എത്രത്തോളം ആയുസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. അല്ല, ഇപ്പോൾ VD സതീശനെതിരെ സൈബർ അറ്റാക്ക് കഴിഞ്ഞ് കുറേ ദിവസം സജീവമായി നടക്കുന്ന VD സതീശനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ അടിയിൽ പോയി നോക്കിയാൽ തെറിയാണ്, വായിക്കാൻ കഴിയുന്നവർക്ക് വായിക്കാം, തെറിയാണ്. പക്ഷേ VD സതീശനെ വ്യക്തിപരമായും സ്വഭാവശുദ്ധിയും സംശയിക്കുന്ന തരത്തിൽ അറ്റാക്ക് വ്യാപകമായി. ഇത് തന്നെയാണ് 5 വർഷം മുൻപ് അല്ലെങ്കിൽ 6 വർഷം മുമ്പ് രമേശ് ചെന്നിത്തലയ്ക്കും എതിരെയും ഉണ്ടായിരുന്നത്. സൈബർ അറ്റാക്ക്, സൈബർ യുദ്ധം അത് മറ്റൊന്നാണ്. അതിന് നിയമപരമായ സാങ്കത്യമോ സാഹചര്യമോ ഒന്നുമല്ല. ഇതൊരു അറ്റാക്കാണ്. ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അറ്റാക്കാണ്. ആ അറ്റാക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, അത് കോൺഗ്രസ് ആവണമെന്നുമില്ല, പൂർണ്ണമായും രാഹുലിനെ എല്ലാവരും, കാരണം പാലക്കാട് ദേശീയ സംസ്ഥാനത്തിലെ നേതാക്കന്മാരെയൊക്കെ വിടുക, ജില്ലാ തലത്തിലൊക്കെ നേരത്തെ കേട്ട അപവാദം, ചില നേതാക്കന്മാരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ രാഹുലിനെ അനുകൂലിക്കുന്നു. രാഹുലിനെ പൂർണ്ണമായും കൈവിട്ട അവസ്ഥയാണോ? എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ്. കാരണം ഇനി അതിജീവിക്കേണ്ടത്, മുന്നോട്ട് വരേണ്ടത് രാഹുലിന്റെ മാത്രം ആവശ്യമാണ്. കോൺഗ്രസ് UDF രാഹുലിനെ അങ്ങനെ പിന്തുണക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ നിയമസഭയിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ UDF അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ മറ്റൊരു സന്ദേശം ജനങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നത് വ്യാഖ്യാനിക്കപ്പെടുമെന്നതാണ്. ഇപ്പോൾ UDF എടുത്ത സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MLA ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം എന്തായാലും ഈ നിയമസഭ സമ്മതിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നിയമസഭാ ചട്ടങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ആ സ്റ്റാൻഡ് എടുക്കുമ്പോൾ അത് ജനങ്ങളെ നരേറ്റീവ് ഉണ്ടാക്കാൻ തന്നെ ആയിരിക്കണം തീർച്ചയായും ഈ വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും അങ്ങനെ ഈ ഒരു നിലപാട് രാഹുൽ വിഷയത്തിൽ എത്തിക്സ് കമ്മിറ്റിക്ക് എത്രത്തോളം ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് എത്തിക്സ് കമ്മിറ്റിയുടെ നടപടിക്ക് അല്ലെങ്കിൽ ആ കമ്മിറ്റിക്ക് വിട്ട നടപടി രാഹുലിനെ പുറത്താക്കാനുള്ള അല്ലെങ്കിൽ സ്പീക്കർക്ക് എടുക്കാനുള്ള അധികാരം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പിന്തുണ നൽകേണ്ടതില്ല എന്ന തീരുമാനം UDF ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതാണ് ഈ വിഷയത്തിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരമായത്.